പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് ഡിസംബർ മാസത്തിൽ ടൂറിസം വഴി നേടിയത് 2.7 ലക്ഷം രൂപയുടെ ലാഭം. ജലസേചന പദ്ധതിയായ ഡാമിലും പാർക്കിലും എത്തിയ സന്ദർശകരിൽ നിന്നും പ്രവേശന പാസ് ഇനത്തിൽ ലഭിച്ചതാണ് ഈ തുക. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ തുക ടൂറിസത്തിലൂടെ PVIPക്ക് ലഭിക്കുന്നത്. ജലസേചനത്തിനായി ഭൂതത്താൻകെട്ടിൽ ഡാം നിർമ്മിച്ചവർ ഒരിക്കലും സങ്കല്പിച്ചു കാണില്ല പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭൂതത്താൻകെട്ട് ബാരേജിൽ നിന്നും ടൂറിസം വഴി ലക്ഷങ്ങളുടെ വരുമാനം ലഭിക്കുമെന്ന്. കഴിഞ്ഞ 2025 ഡിസംബർ മാസം 31 വരെ സന്ദർശകരിൽ നിന്നും ലഭിച്ച വരുമാനം 2,75,000 രൂപയാണ്. നവംബർ മാസത്തിൽ ലഭിച്ചത് 1,75,000 രൂപ. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും വലിയ തുക ടൂറിസം വഴി ലഭിക്കുന്നത്. ഡാമിന്റെ ഭാഗമായ പാർക്ക്, അതുപോലെ തന്നെ ഡാമിന്റെ മുകളിലൂടെയുള്ള റോഡിലേക്കുള്ള പ്രവേശനം എന്നിവയ്ക്കാണ് ടിക്കറ്റ് വഴി സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. എന്നിട്ടും 2.25 ലക്ഷം രൂപ 30 ദിവസം കൊണ്ട് ലഭിച്ചു എന്നത് കണക്കാക്കുമ്പോൾ ഇവിടെ സന്ദർശിച്ചിരിക്കുന്നവരുടെ എണ്ണം 10,000-ങ്ങൾക്ക് അപ്പുറമാണ് എന്ന് കാണാനാകും. ജലസേചനത്തിനു മാത്രമായി നിർമ്മിച്ച അണക്കെട്ടും പരിസരവും സന്ദർശിക്കാൻ ജനങ്ങളെ ഇവിടേക്ക് എത്തിക്കുക വഴി ലക്ഷങ്ങളുടെ വരുമാനം കണ്ടെത്തി വിജയിച്ചിരിക്കുകയാണ് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിലെ ഉദ്യോഗസ്ഥർ. ഇവിടെ പണ്ട് നേരത്തെ പകൽ സമയങ്ങളിൽ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വർഷം ഒരു തുടക്കമെന്നോണം ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഭൂതത്താൻകെട്ടും ഏരിയയും ബാരേജും പരിസരവും ഒന്ന് ദീപാലംകൃതമാക്കുകയും അത് നൈറ്റ് എൻട്രി കൂടി കൊടുക്കാൻ ജലസേചന വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തു. അതിന് ഡിസംബർ 23 തൊട്ട് നമ്മളിപ്പോൾ നൈറ്റ് എൻട്രി കൊടുക്കുന്നുണ്ട്. ജനുവരി 4 വരെയാണ് നമ്മളിത് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുവരെ ലഭിച്ചിരുന്ന വരുമാനത്തേക്കാൾ ഏകദേശം നമുക്കൊരു 4 ഇരട്ടി തൊട്ട് 5 ഇരട്ടി വരെ വരുമാനം നമുക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ നികുതി ഇതര വരുമാനത്തിലെ ഒരു മുതൽക്കൂട്ടാണ്. ഒരു കാലത്ത് തീർത്തും വിജനമായി കാണപ്പെട്ടിരുന്ന ഇടമാണ് ഭൂതത്താൻകെട്ട് ഡാമും പരിസര പ്രദേശങ്ങളും. എന്നാൽ സന്ദർശകരെ ആകർഷിക്കാൻ പറ്റും വിധം ഡാമിനെയും പാർക്കിനെയും നവീകരിച്ചപ്പോൾ വൈകുന്നേരങ്ങളിൽ പോലും സന്ദർശകരെത്തി. രാവിലെ 9 മുതൽ 6 വരെയാണ് പ്രവേശനമുണ്ടായിരുന്നത്. എന്നാൽ സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് രാത്രി 9 വരെ സന്ദർശന സമയം നീട്ടി. ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയമിച്ചു. സർക്കാർ സംവിധാനങ്ങൾ വേണ്ടവിധം ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇനിയും വരുമാനം കൂടുതലായി കണ്ടെത്താനാകുമെന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന വസ്തുത. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.